കട്ടൻ ചായ ഉണ്ടോ, അവന് നാസ്തയുണ്ടോ, അവൻ ഉച്ചക്കുള്ളൊരു ചോറ് മാത്രമാണ്. ആ ചാറാപ്പിനെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുന്നത്. രാത്രി 12 മണിക്ക് ആ റൂമിലേക്ക് പണി കഴിഞ്ഞെത്തുന്നത്. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരൊറ്റ നൃത്തമാണ്. ആ നൃത്തം നീളുന്നു 12 മണി വരെ. അതിനിടയിൽ ചിലപ്പോൾ അറബി കുട്ടികൾ തുപ്പിയാൽ അത് തുടക്കലല്ലാതെ തിരിച്ചു തുപ്പാൻ മാർഗമില്ല. ഒരു സൗദി വന്നിട്ട് വട്ടൂരി അടിച്ചാൽ ക്ഷമിക്കലല്ലാതെ പരാതി പറയാൻ മേഖലയില്ല. എന്തെങ്കിലും കെൽബ് ഹൻസീർ എന്ന് മുഖത്ത് നോക്കിയിട്ട് നായേന്ന് വിളിച്ചാൽ തിരിച്ചു വിളിച്ചാൽ നമ്മളെ പോലീസ് പിടിക്കുകയാണ്. അങ്ങനെ കാട്ടും തുപ്പും സഹിച്ചിട്ട് 12 മണിക്ക് റൂമിൽ വന്നിട്ട് വേണം അലക്ക് മെഷീനിലേക്ക് അവന്റെ ഡ്രസ്സൊന്ന് വലിച്ചിടാന്. ബാത്റൂമിനാണെങ്കിൽ കൊച്ചും കൊളുത്തുമില്ല എന്ന് പിടിച്ചു വെച്ച വെള്ളം വേണം, ഇല്ലെങ്കിൽ രാത്രിയും ചൂടാണ്. അതാരെങ്കിലും എടുത്താൽ കുഴപ്പമാണ്. റൂമിലേക്ക് കടണം, മിണ്ടാതെ വാതിൽ തുറക്കണം. കാരണം സുബൈക്ക് എണീറ്റ് പോണ്ടവൻ കട്ടിലിൽ കിടക്കുകയാണ്. കട്ടിലിൽ കിടക്കുമ്പോൾ തിരിഞ്ഞു വന്ന് കിടക്കാൻ വയ്യ. കാരണം അട്ടിയായ കട്ടിലാ മോളത്തോനുണർന്നു പോകും. ഫോൺ വന്നാൽ എടുക്കാൻ വയ്യ, പുറത്ത് കൂടണം. സംസാരിച്ചാൽ മറ്റോൻ ചൂടായി പോകും. കാരണം അടി കിടക്കുന്നത് ഇന്ത്യക്കാരനാ, മറ്റ് ഇന്തോനേഷ്യക്കാരനാ, അവൻ ഫിലിപ്പീനിയാ, ഇവൻ ബംഗാളിയാ. മര്യാദയ്ക്ക് നിസ്കരിക്കണമെങ്കിൽ TV തുറന്ന് സിനിമ കാണുന്നു അവൻ. ഇപ്പുറത്താ മുസല്ല പിരിക്കുന്നത്. ഓഫാക്കാൻ പറയാൻ വയ്യ, രണ്ടാൾക്കുള്ള റൂം കമ്പനി കൊടുത്തതാണ്. എന്നിട്ട് ആ 12 മണിക്ക് ഉച്ചക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച പഴയ ചാറ് ചൂടാക്കിയിട്ട് വേണം റൊട്ടി തിന്നാന്. കിടക്കുന്നത് 2 മണിക്കാ. അലാറം വെച്ചിട്ടില്ലേ 4 മണിക്കോ. അവന് പള്ളിന്റെ മൂലൊക്കെ പോയാൽ കടന്നുറങ്ങാനാരും തടസ്സം നിൽക്കൂല. പള്ളിയിലെ ഉസ്താദിന് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ നിന്നാലോ ചെലവും കഴിഞ്ഞു പോകും. പിന്നെ എന്തിനാ കഷ്ടപ്പെടുന്നത്? ഓ ഭാര്യ, നിനക്ക് വേണ്ടിയല്ലേ, നിന്റെ മക്കൾക്ക് വേണ്ടിയല്ലേ, ഉമ്മമാരെ നിങ്ങൾക്ക് വേണ്ടിയല്ലേ, ജോലിക്ക് പോകാത്ത ഉപ്പമാരെ നിങ്ങൾക്ക് വേണ്ടിയല്ലേ. ഈ ബോധം നിങ്ങൾക്കുണ്ടോ? അതാ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. ആ പ്രിയപ്പെട്ട ഭർത്താവ് അത്ര കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം കൊണ്ടുവന്ന് തരുമ്പോ അതിന് കുറ്റം പറയുന്നത് വല്ലാത്ത മനസ്സ് തന്നെ. നിങ്ങൾ ഉദ്ദേശിച്ച പുള്ളി ഒന്ന് ചെരിഞ്ഞു പോയാൽ മുഖമാകെ കറുത്തുപോയി. അതേ നന്ദികേട് തന്നെ. ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് എന്തെങ്കിലും സാധനം കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ആളുകൾക്ക് കൊടുക്കുമ്പോ കൊടുത്തത് മറ്റോളെക്കാളൊന്ന് കുറഞ്ഞു പോയാൽ കുടുംബം തെറ്റുക തന്നെ. ഇതെല്ലാം പെണ്ണുങ്ങളെ മൂർത്താവെന്ന് വരുന്നതാ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് കേൾക്ക് നിങ്ങൾ. ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിച്ച പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് സ്വർഗത്തിൽ കടക്കൂടെന്ന് മാത്രമല്ല നരകത്തിൽ അവൾക്ക് സ്പെഷ്യൽ ശിക്ഷയാണ്. 2 മുലയും ഇങ്ങനെ കൂട്ടിക്കെട്ടിയ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണേതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവളുടെ ഭർത്താവിനെ വഞ്ചിച്ചവളാണ്, മറ്റൊരുത്തനുമായി ബന്ധമുള്ളവളാണ്. അവള് 2 കാലുകളും ഇങ്ങനെ മുലയിലേക്ക് കൂട്ടിക്കെട്ടെന്ന് പറഞ്ഞല്ലോ. പെരടിയിലേക്ക് 2 കയ്യും കൂട്ടിക്കെട്ടെന്ന് പറഞ്ഞല്ലോ. ആ പെണ്ണ് ഫൈനഹാകാനത്ത് ലാ തഗ്തസിലു മിനൽ ജനാബത്തി വൽ ഹൈളി, ജനാബത്ത് കുളിക്കാത്ത പെണ്ണാണ്, ഹൈള് കുളിക്കാത്ത പെണ്ണാണ്. ഞാൻ കുളിച്ച വീട്ടുകാർ അറിയുമോ? അല്ലെങ്കിൽ എന്തിനാപ്പ കുളിക്കുന്നത്? സുബൈപ്പിന്റെ കഥ വീട്ടിയാലും പോരെ. നിനക്ക് ജനാബത്ത് കുളിക്കാതെ നിസ്കാരം കൊണ്ട് കളിയാക്കിയ പെണ്ണെ, നിനക്ക് നാളെ പടച്ചവൻ തരുന്ന ശിക്ഷയാണ്. ശരീരം മൊത്തത്തിൽ നോക്കുമ്പോൾ അത് ഉടല് മുഴുവനും കഴുതയാണ്, തലയാണെങ്കിലോ പന്നിയുടേതാണ്. കാനത്തിന്റെ അമ്മാമത്തും ഗദ്ദാബാ, ഈ പൊരീന്ന് കിട്ടിയത് അപ്പുറത്തുണ്ടേ കൊടുക്കുന്ന ഇയ്യറിഞ്ഞില്ലേ? എന്തേ പാപ്പുട്ടിന്റെ പെണ്ണുങ്ങൾ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല, എന്താ ഞാപ്പത് പറയില്ലേനോ? അപ്പൊ ഓള് പോയിട്ട് ഇയ്യറിഞ്ഞില്ലേ? ആരെന്നോട് കുഞ്ഞിമ്മ പറഞ്ഞില്ലേ? അവിടെ ഇങ്ങനെ ഊരമ്പിൽ അങ്ങനെയാണോലോ, മറ്റോ കൊണ്ടുവന്ന സാധനം കൊടുത്തത് ഇങ്ങനെയാണോലോ, പെണ്ണുങ്ങളോട് അങ്ങനെ കൊണ്ടേക്കണോലോ, പെണ്ണന്മാരിങ്ങനെ പറഞ്ഞിക്കണോലോ. അങ്ങനെ തുടങ്ങിയിട്ട് വീട്ടിന്റെ രഹസ്യങ്ങൾ അടുത്തടുത്ത വീടുകളിൽ ചെന്നിട്ട്
പേന് തെണ്ടുന്ന പോലെ അയൽപക്കത്തോട് തെണ്ടിയിട്ടോ അരക്ക് കടവിലേക്ക് പോയിട്ടോ കിട്ടുന്നതും കിട്ടാത്തതും സനതുള്ളതും ഇല്ലാത്തതും ശരിയായതും അല്ലാത്തതും അങ്ങോട്ട് ന്യൂസ് പറഞ്ഞ് പരത്തുന്ന പെണ്ണ്, ആ പെണ്ണിനുള്ള ശിക്ഷയാണ്. സൂറത്തിൽ കൽബി, പട്ടിയുടെ കോലത്തിലെ പെണ്ണുണ്ടല്ലോ, വന്നാറു തദ്ഖുലു ഫീ മൻഫിൻ ഫീഹാ, അവളെ വായിലൂടെ തീ കടക്കുകയാണ്. വതഖറുജു മിൻ ദുബരിഹാ, പിൻദ്വാരത്തിലൂടെ തീ പുറപ്പെടുകയാണ്. ഫഇന്നഹാ കാനത് മന്നാനതൻ ഹസ്സാദാ, മനസ്സിൽ അസൂയ വെക്കുന്ന പെണ്ണ്. ഞങ്ങളും അയാളും ഒപ്പല്ലേ ഗൾഫിക്ക് പോയത്, നമ്മളെ പേരെപ്പോഴും ഇങ്ങനെ കടക്കല്ലേ, ആരോഗ്യക്കാർ നോക്കാൻ 2 തട്ടെടുത്തില്ലേ, കാറ് പുതിയ വാങ്ങിയില്ലേ, കുട്ടിയെ കെട്ടിച്ചില്ലേ, എന്തോ കയറ്റ ഞമ്മക്കങ്ങനല്ലേ. അതേ പടച്ചവൻ കൊടുക്കുന്നതിന് എന്തിനാ പെണ്ണ് എജ്ജാസൂയ വെക്കുന്നത്? അന്നെക്കാളും താഴുള്ളവരും ലോകത്ത് ജീവിക്കണില്ലേ? അൽഹംദുലില്ലാഹ്, സോമാലിയന്റെ ഗതി വന്നില്ലല്ലോ, ബോസ്നിയന്റെ ഗതി വന്നില്ലല്ലോ, ഇറാഖിന്റെ ഗതി വന്നില്ലല്ലോ. അല്ലാഹുവിനക്ക് ഇതെങ്കിലും തന്നില്ലേ? അതുകൊണ്ടൊരു മുസ്ലിമായ വ്യക്തിക്ക് ഉയർച്ചയുണ്ടോ? നമ്മൾ അസൂയ വെക്കുന്നത് പടച്ചവനോടുള്ള അസൂയയാണ്. അങ്ങനെ അസൂയ വെക്കുന്ന പെണ്ണിന് റബ്ബ് കൊടുക്കുന്ന അദാബാണ്. മാത്രമല്ല, എടുത്തു വല്ല ഗുണങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുത്തു പറയുന്ന പെണ്ണാണ്. ഇതിപ്പോ ഇന്നലെ കൊണ്ടുവന്ന് പകുതിയും ബാക്കി, ഇന്ന് കൊണ്ടുവന്ന് മുക്കാലും ബാക്കിയാണ്. കാരണം പെണ്ണ് കാണാൻ പോകലും, അടുപ്പ് കാണലും, മുട്ടായി കൊടുക്കലും, ആ കല്യാണം നിക്കാഹും മണ്ഡപത്തിൽ നടത്തുന്ന നിക്കാഹും പള്ളിയിൽ നടത്തുന്നത്, എപ്പോഴാണ് നിക്കാഹ് നടത്തേണ്ടത്, ആരൊക്കെ പോകേണ്ടത്, നിക്കാഹിന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യ വേണ്ടത്, ഷാഹിദാന് ശ്രദ്ധിക്കുക വേണ്ടത്, പിന്നെ പുതിയണ്ണിന് കൊടുക്കേണ്ട വേഷം എന്താണ്, ഏത് ദിവസത്താണ് നടത്തേണ്ടത് തുടങ്ങി ഒരുപാട് വിഷയം. ഇപ്പൊ നമ്മൾ പണ്ടൊരാള് പറഞ്ഞതുപോലെ ബക്ക് കടിച്ചിട്ടുള്ളൂ, കുടുംബത്തേക്ക് എത്തിയിട്ടില്ല. പെണ്ണ് കാണാൻ തന്നെ